കുറുവിലങ്ങാട് ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി സുവർണ ഡി രചിച്ച ലാവൻഡർ ബ്ലൂംസ് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നടന്നു. കവിയും ഗാനരചയിതാവുമായ അജീഷ് ദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരാൾ നല്ല എഴുത്തുകാരിയാവുന്നു, ഒരാൾ ഒരു നല്ല എഴുത്തുകാരനാവുന്നു എന്നതിന്റെ അർത്ഥം അയാൾ ഏറ്റവും തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അയാൾ ഏറ്റവും സമൂഹത്തിന്റെ കൊടിയ അവഗണനകൾ ഏൽപ്പിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവനാണ് എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിൽ ഏറ്റവും വലിയ കവി മഹാത്മാഗാന്ധിയും ഏറ്റവും വലിയ കവി യേശുക്രിസ്തുവും ഒക്കെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഒരു നല്ല എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു നല്ല വായനക്കാരൻ എന്ന് എനിക്ക് തോന്നുമ്പോൾ ആ കഥ കേൾക്കാറുണ്ട്. ബഷീറിന്റെ നാട്ടില് ഒരു കൊലക്കേസിലെ പ്രതി ഉണ്ടായിരുന്നു. അയാളെ 2 കൊലപാതകം ചെയ്തിട്ട് ജയിലിൽ പോയി. അയാൾക്ക് തിരിച്ചു വന്നിട്ട് ഒരു കൊലപാതകം കൂടി ചെയ്യാനുണ്ട്. അയാൾ 12 വർഷത്തെ ജയിൽവാസത്തിന് പോയതാണ്. വളരെ ആകർഷകമായിട്ട് അയാൾ അവിടെ ലൈബ്രറിയിൽ വളരെ ആകർഷകമായി കണ്ട ഒരു പുസ്തകം എടുത്ത് വായിച്ചു. അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവലായിരുന്നു. ഡോൺ പബ്ലിക്കേഷനാണ് കവിതാ സമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. NSS കരയോഗം പ്രസിഡന്റ് സുനിൽ ബാബു അധ്യക്ഷത വഹിച്ചു. വൈക്കം താലൂക്ക് NSS ചെയർമാൻ PJ നായർ പുസ്തകം പ്രകാശനം നടത്തി. ഇന്നലെ സുവർണയെ വിദ്യാർത്ഥിയായി കണ്ടുവന്നതാണ് ആവർത്തിച്ചായി ഒരു സാഹിത്യകാരി പ്രത്യേകിച്ച് കവിത എഴുതുക എന്നത് അത്രമാത്രം അനായാസമായ ഒന്നല്ല എന്ന് നമുക്കൊക്കെ അറിയാം. തലോലപ്പറമ്പ് DB കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് HOD പ്രൊഫസർ ഇന്ദു KS പുസ്തകം പരിചയപ്പെടുത്തി. ഓരോ കവിതയിലൂടെ എനിക്ക് കാണാൻ സാധിച്ചു. എന്റെ ഇടങ്ങൾ, എന്റെ മേച്ചിൽപ്പുറങ്ങൾ, എന്റെ തുരുത്തുകൾ, എന്റെ കൊതികൾ, എന്റെ സ്വപ്നങ്ങൾ, എന്റെ സംഘടനകൾ ഒക്കെ ഇതിനകത്ത് പല ഡോക്ടർ ഷംലായു റിട്ടയർഡ് അധ്യാപകനും എഴുത്തുകാരനുമായ വരദരാജ ബത്തേരി, അധ്യാപിക രഞ്ജി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ദീപുവിന്റെയും സരിതയുടെയും മകളാണ് സുവർണ.